السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم وكلهم من رسول الله ملتمس ورفا من البحر أو رشفا من الديم ووافقنا لديه عند حدهم من نقطة العلم أو من شكلة الحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അതിമഹത്തായ അൽ കവാകിബ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന മഹത്തായ കാവ്യം അൽ ബുർദ, ബുർദ ബൈത്ത്, അതിൽ നിന്ന് 37-ാമത്തെ പദ്യമാണ് ഇന്ന് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 14ഓളം ദിവസങ്ങളായി 36 പദ്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോ പദ്യങ്ങളും
ഓരോ മാസം സംസാരിച്ചാലും തീരാത്ത അത്രയും വിശദീകരണത്തിന് പര്യാപ്തമായ പദ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയച്ചിട്ടുള്ളത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ. ആരെ ക്ഷണിക്കാൻ? എല്ലാവരെയും ക്ഷണിക്കാൻ. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ. സർവ്വ മനുഷ്യരെയും സർവ്വ ജിന്നുകളെയും എന്ന് മാത്രമല്ല, ബഹുമാനാദർവിന്റെ നിലക്ക് അല്ലാഹുവിന്റെ മഹത്വം മലക്കുകൾക്ക് കൂടി കൂടുതൽ ലഭിക്കാൻ, തശ്രീഫിന്റെ നിലക്ക് അവർക്കും കൂടി ഒരു ആദരവ് ലഭിക്കുന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. വേറെ അമ്പിയാക്കളെ പോലെ ഒരു നാട്ടുകാരിലേക്കോ ഒരു കുടുംബത്തിലേക്കോ മാത്രം, ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല. കാഫത്തൽ ലിന്നാസ്, സർവ്വജനങ്ങളിലേക്കും സർവ്വസൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുസീരി തങ്ങൾ അത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ് ലിൻ ഗൈരി മുൻഫസിമി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചു എന്ന് മഹാനവറുകളും പറഞ്ഞില്ല. കാരണം കുല്ല അഹദിൻ മിനൽ മഖ്ലൂഖാത്ത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം പറഞ്ഞു, എല്ലാ സൃഷ്ടികളെയും അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടപ്പാക്കി തന്ന ഏറ്റവും വലിയ ദഅവത്താണ്, ഏറ്റവും വലിയ പ്രബോധനമാണ്, ഏറ്റവും വലിയ ദഅവത്തിന്റെ വാചകമാണ് ബാങ്കിന്റെ വാചകങ്ങൾ. അതുകൊണ്ടാണല്ലോ ദഅവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനമെന്നാണ് നമ്മൾ ബാങ്കിനെ സംബന്ധിച്ച് പറയുന്നത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ പ്രബോധനം, ഒരു പ്രകോപനവുമില്ല, ആരെയും അതാ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. അതേസമയത്ത് എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയുന്നു, വരുന്നവർക്ക് വരാം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, വന്നാലും വന്നില്ലെങ്കിലും ഈ പ്രബോധനം ഉറക്കെ നടത്തിക്കൊണ്ടേയിരിക്കും, അത് നിർത്തുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രവും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും കരയും കടലും ഉറുമ്പും ആനയും മനുഷ്യനും മലക്കും ജിന്നും മൃഗവും വന്യമൃഗവും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവൻ വലിയവനാണ്. ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്ത വചനം. പള്ളിയിലെ മുസ്ലിയാര് വലിയ ആളാണെന്നല്ല, കമ്മിറ്റി പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, സർവ പള്ളികളിലും വിളിച്ചു പറയപ്പെടുന്നത് ഒരു മതക്കാരനും ഒരു സിദ്ധാന്തക്കാരനും അഭിപ്രായ വ്യത്യാസത്തിന് ഹിതമില്ലാത്ത ആശയം അല്ലാഹു വലിയവനാണ്, ലോകസട്ടാവായ ദൈവം വലിയവനാണ്. പിന്നെ പറയുന്നതോ, നിങ്ങൾ ആ അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതിന് പകരം ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കും ചിന്തിക്കാം, ഉൾക്കൊള്ളാം. ലോകം മുഴുക്കെ സൃഷ്ടിച്ച നാഥനല്ലേ, സത്താവല്ലേ, ആരാധനക്കർഹൻ. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയൂലല്ലോ, ആ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ലല്ലോ. ആകയാൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു.
നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ, ഗ്രഹിക്കൂ, അംഗീകരിച്ചോളൂ, നല്ലതാണ്. ഹയ്യ അല സ്വലാ, ആ റബ്ബിന് പ്രാർത്ഥന നടത്താൻ വരൂ, വിജയത്തിലേക്ക് വരൂ. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കി ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും വിളിക്കുകയാണ്. അതല്ലേ വലിയ താമായ ദഅവത്ത്. സുഹൃത്തുക്കളെ, ദായി ലല്ലാഹി ഫൽ മുസ്തംസികുന ബിഹി മുസ്തംസികുന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ. ഫൽ മുസ്തംസികൂന ബിഹി, ആ നബിയെ മനസ്സിന്റെ അടിത്തട്ടിൽ മുറുകെ പിടിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% സർവ പ്രശ്നങ്ങളുടെയും പരിഹാരമായി ആര് മുറുകെ പിടിക്കുന്നുണ്ടോ, മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി, അവനൊരു കയറ് മുറുകെ പിടിച്ചവനാണ്. ആ കയറ് ഒരൽപ്പവും മുറിഞ്ഞു പോകൂല. ഗൈരി മുൻഖസിമി ഗൈരി മുൻഫസിമി. മുൻഖസിമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റുപോവുകയില്ല എന്നാണ്. മുൻഫസിമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീരെ മുറിയൂല എന്നാണ്. മുറിവിന്റെ പ്രശ്നമേ ഇല്ല. മുറിഞ്ഞ് 2 കഷ്ണമാകുന്നതിനാണ് മുൻഖസിമി എന്ന് പറയുക. മുൻഫസിമി എന്ന് പറയുമ്പോൾ ഒരൽപ്പം മുറിഞ്ഞാലും മുൻഫസിമി എന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പിടികയറിനെ ആര് മുറുകെ പിടിച്ചോ അതൊരൽപ്പവും മുറിയില്ല. അങ്ങനെയുള്ള പിടികയറി മുറുകെ പിടിച്ചവരാണ് അവിടുന്ന്. ബുർദ ബൈത്തിൽ പല നുസ്ഖകളും പല വാചകങ്ങളും ഉണ്ട്. അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പല വിവരണവും നൽകിയിട്ടുണ്ട്. ഇന്നലെ നാം ചൊല്ലിയിരുന്ന പദ്യം ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഇവിടെ തന്നെ ഇമാം ഖർബൂത്ത് റളിയല്ലാഹു അൻഹു മുഖ്തഹിമി എന്നും ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർത്ഥം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചവൻ അവൻ ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് അതാധികാരികമായി നേരത്തെ തന്നെ നുബുവത്ത് രേഖപ്പെടുത്തുകയും നുബുവത്തിന്റെ സ്ഥാനം ആത്മീയ രംഗത്ത് നൽകുകയും ചെയ്തുവെങ്കിലും ശാരീരിക രംഗത്ത് നുബുവത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നൽകുന്നത് പരിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്ത് അവതരിക്കുമ്പോഴാണല്ലോ. അത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കിട്ടിയതോടുകൂടി നബിയാണ്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിഷയത്തിലേക്ക്, അവൻ ഇഷ്ടപ്പെടുന്ന ആശയത്തിലേക്ക്, അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൂ നബിയേ, ബിൽ ഹിക്മതി, വളരെ ശാസ്ത്രീയമായി താത്വികമായി നല്ല നിലക്ക് കാര്യങ്ങൾ പ്രമാണബദ്ധമായി ബുദ്ധിപരമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് ക്ഷണിക്കൂ നബിയെ. വാളുകൊണ്ട് ക്ഷണിക്കാനല്ല പറഞ്ഞത്, കുന്തമെടുത്ത് ക്ഷണിക്കാനല്ല പറഞ്ഞത്. ബിൽ ഹിക്മതി, താത്വികമായി ഇസ്ലാമിന്റെ ഗുണങ്ങൾ, ഈ ആശയങ്ങളുടെ നന്മകൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ക്ഷണിക്കൂ നബിയേ. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകിയിട്ട് ജനങ്ങളെ ക്ഷണിക്കൂ നബിയേ. താത്വികമായി പറഞ്ഞാലും എത്ര ലോലമായി ഉപദേശിച്ചാലും ചിലര് അവരുടെ മർക്കടമുഷ്ടി വിടൂല.
അങ്ങനത്തെ ആളുകളുമായി വേണ്ടി വന്നാൽ വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ, വളരെ നല്ല നിലക്ക് സംവാദം നടത്തൂ നബിയെ, വളരെ നല്ല നിലക്ക് സംവാദം നടത്തൂ നബിയെ. ആ സംവാദത്തിലും പരിഹസിക്കലോ നിന്ദിക്കലോ കളിയാക്കലോ ചീത്ത പറയലോ മറ്റൊരാൾ കേട്ടു നോക്കിയാൽ ഒരു മോശമാണെന്ന് വരുന്ന ഒന്നുമില്ലാതെ വളരെ നല്ല നിലയ്ക്ക് സംവാദം നടത്തൂ നബിയേ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ വിട്ടുപോയവരെ അല്ലാഹുവിന് നന്നായി അറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അവൻ സന്മാർഗികളായ ആളുകളെ നന്നായി അറിയുന്നവനാണ്. പ്രബോധനത്തിൽ അക്രമമില്ല, പ്രബോധനത്തിൽ പ്രകോപനമില്ല. നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ആശയത്തിന്റെ നന്മ വിവരിച്ചുകൊണ്ട് നല്ല ഉപദേശത്തിലൂടെ ക്ഷണിക്കാനാണ് നിർദ്ദേശം. അതിനുശേഷം അല്ലാഹു പറയുന്നു വഇൻ അഖബതും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതേപോലെ ഇങ്ങോട്ട് എത്രയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ മാത്രമല്ലാതെ കൂടുതൽ അങ്ങോട്ടൊന്നും ചെയ്യാൻ പാടില്ല. വഇൻ അഖബതും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, ഇങ്ങോട്ട് നിങ്ങളെ ചെയ്തതിന് പകരം ചെയ്യുമ്പോൾ തന്നെ അതിനപ്പുറം കൂടുതലാകാതെ അതേ നിലക്ക് മാത്രം ചെയ്യുന്നൊരു ഭരണ സംവിധാനം ഓ നബിയെ തങ്ങൾ കൊണ്ടുവരണം. വലഇൻ സബർതും, ഇങ്ങോട്ട് ചെയ്തതിനൊക്കെ പകരം ചെയ്യണമെന്നില്ല, നിങ്ങളതിൽ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, അത് ക്ഷമിക്കുന്നവർക്ക് എത്രയോ ഖൈറാണ്. ക്ഷമിച്ചു നിൽക്കുന്നതാണ് കൂടുതൽ ഖൈറ്. ബാപ്പാനെ കൊന്നവനെ പകരം കൊല്ലണമെന്ന് വാശി പിടിക്കേണ്ടതില്ല. മറിച്ച് അവന് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അതാണ് പടച്ചവന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം. നേരെ മറിച്ച് കൊല്ലണമെന്ന് വാശി പിടിക്കണമെന്നില്ല. അതേ, ക്ഷമിച്ചു നിൽക്കുന്നത് ഖൈറാണ്. പക്ഷേ കൊല്ലാൻ വരുമ്പോൾ തടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞതിനർത്ഥമില്ല. അതേ സമയത്ത് പകരം ചെയ്യണമെന്നൊരാശയം അങ്ങനെയൊന്നില്ല. എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമോ അവിടെയാണ് ഇസ്ലാമിന്റെ പവിത്രത, അവിടെയാണ് ഇസ്ലാമിന്റെ ആശയം. വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, വസ്ബിർ, നബിയെ ക്ഷമിക്കൂ. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, തങ്ങൾ ക്ഷമിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ക്ഷമക്ക് കഴിവ് തരുന്നവനും റബ്ബ് തന്നെയാണ്. വലാ തഹസൻ അലൈഹിം, എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവരെല്ലാം നിങ്ങളെ പിൻഗാമികളായി നിങ്ങളെ അനുസരിച്ച് വന്നോളണമെന്നില്ല. എത്ര നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താലും ചീത്ത പറയുന്നവരും തെറി പറയുന്നവരും തള്ളിപ്പറയുന്നവരും കുറ്റം പറയുന്നവരും കല്ലെറിയുന്നവരും വാളെടുക്കുന്നവരും അങ്ങനെ ഒരുപാട് കക്ഷികൾ എതിരാളികൾ ഉണ്ടാകും. വലാ തഹ്സൻ അലൈഹിം, അവരുടെ മേലൊന്നും തങ്ങൾ ദുഃഖിക്കണ്ട. തങ്ങളെ പ്രവർത്തനത്തിന് വലിയ പ്രതിഫലം റബ്ബിന്റെ അടുക്കലുണ്ട്. വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യൻകുറൂൻ, എതിരാളികൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളുടെ പേരിൽ തങ്ങളുടെ മനസ്സിടുങ്ങണ്ട, തങ്ങൾ വിഷമിക്കണ്ട, ടെൻഷനാകണ്ട. പ്രബോധന പ്രവർത്തന രംഗത്ത് തങ്ങൾ മുന്നേറിക്കോ. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ആരെങ്ങനെ പ്രതികരിച്ചാലും മഅല്ലദീന തഖവ്വ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ എല്ലാവരും നന്നാകണമെന്ന ചിന്തയിൽ തഖ്വയോടുകൂടെ പ്രവർത്തിക്കുന്നവരാരോ വല്ലദീനഹും മുഹ്സിനൂൻ, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് അല്ലാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാരോ അവരുടെ കൂടെയാണ് അല്ലാഹ്. എത്ര ആളുകൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്
ആരാണോ പ്രവർത്തന രംഗത്തുള്ളത് അവരുടെ കൂടെയാണ് അല്ലാഹ്. അവർക്കാണ് അല്ലാഹുവിന്റെ സഹായം. അതെ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂറത്തുൻ നഹ്ലിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവരെയും ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായി ഇറങ്ങിയിട്ടുള്ള വിഷയം അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ആദരിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്ത് ഇറക്കി. വായന, പഠനം, വിദ്യാഭ്യാസം, അറിവ്, അതിന് പ്രചോദനം നൽകുന്ന ഒന്നാമത്തെ സൂക്തം ഖുർആനിൽ ഇറക്കിയിട്ട് അതാ ഏറ്റവും നല്ല പഠനത്തിലേക്ക്, അറിവിലേക്ക് സമൂഹത്തെ വിളിക്കുകയും അതാണ് ആവശ്യമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമതായി അല്ലാഹു ജല്ല ജലാലുഹു നബിതങ്ങൾക്ക് നിർബന്ധമാക്കുന്നു രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. യാ അയ്യുഹൽ മുസ്സമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. സൂറത്തുൽ മുസ്സമ്മിൽ ഇറക്കിയിട്ട് നബി തങ്ങളോട് പറയുന്ന രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയേ. ആ രാത്രിയിൽ കുറഞ്ഞ സമയമൊഴിച്ച് നിസ്കരിക്കണം. നേര് പകുതിയോ അതിലൽപ്പം കുറച്ചോ അതിലൽപ്പം കൂടുതലോ യജമാനനായ റബ്ബിന് നിസ്കരിക്കണം നബിയേ. ഖുർആൻ വളരെ ക്രമീകരിച്ച് നല്ല നിലക്ക് ഓതണം നബിയേ. അങ്ങയ്ക്ക് നമ്മൾ ഇട്ടുതരുന്ന ഈ ഖുർആനിന്റെ വാചകം ഖൗലൻ സഖീലാ, അത് വളരെ ഭാരമുള്ള വാക്കാണ്, വലിയ വെയിറ്റുള്ള വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥസാരങ്ങൾ പറഞ്ഞാൽ തീരൂല, മനസ്സിലാക്കിയാൽ തീരൂല. അതിന് മാത്രം ഭാരമേറിയ വെയിറ്റുള്ള വാക്കുകളാണ്. അതിന് തങ്ങൾ അല്ലാഹുവിന് രാത്രിയിൽ നിസ്കരിക്കണം നബിയേ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഉദ്ദേശിക്കുന്നവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണമെന്നതിലേക്ക് വലിയ സൂചനയും ഇതിലുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശേഷം പറയുന്നു, അൻസലല്ലാഹു അലൈഹി സൂറത ഇഖ്റ ഇലാമൻ ലിബിനുബുവതിഹി, നുബുവത്ത് അറിയിക്കാൻ ഇഖ്റ ബിസ്മി ഇറക്കി. പിന്നീട് അല്ലാഹു തആല നബിതങ്ങൾക്ക് സൂറത്തുൽ മുദ്ദസ്സിർ ഇറക്കുകയാണ്. ഇലാമൻ ബിരിസാലതിഹി, ഓ നബിയേ, തങ്ങൾ മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കണം, തിന്മകൾ വിരോധിക്കണം. അതിനുവേണ്ടി നുബുവത്തിന്റെ പിന്നാലെ റിസാലത്തിന്റെ സ്ഥാനം 3 വർഷത്തിന് ശേഷം അവിടുത്തേക്ക് കൊടുത്തുകൊണ്ട് അതാ അറിയിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ ദിസാർ ധരിച്ച നബിയേ, ഖും, ഓ നബിയേ, എഴുന്നേൽക്കൂ, ഫഅൻദിർ, ജനങ്ങൾക്ക് താക്കീത് നൽകൂ. അങ്ങനെ താക്കീത് നൽകുമ്പോ വലിയവൻ അല്ലാഹു ആണെന്ന്, അല്ലാഹു അക്ബർ എന്ന ആശയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും തങ്ങളത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും വറബ്ബക ഫക്കബ്ബിർ, അല്ലാഹയാണ് വലിയവൻ, റബ്ബാണ് വലിയവനെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കൂ. വസിയാബക ഫതഹിർ, ഓ നബിയേ,
തങ്ങളുടെ 40 കൊല്ലത്തെ ജീവിതം സംശുദ്ധമായ ജീവിതമാണ്, അഴുക്ക് പുരളാത്ത ജീവിതമാണ്. ആ നിലക്കാർക്കും അങ്ങയുടെ ജീവിതത്തിൽ ഒരഴുക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പുറമേയുമില്ല, ഉള്ളിലുമില്ല. അതുകൊണ്ട് അതേ നിലക്ക് തന്നെ വളരെ ശുദ്ധിയായി വസ്ത്രമടക്കം ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ പ്രബോധന രംഗത്ത് മുന്നേറൂ നബിയേ. വർറുജ്സ ഫഹ്ജുർ, ഒരു തെറ്റും ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ, ഇനിയും ഒരു തെറ്റിലും പോകാതെ പ്രബോധനത്തിന് പരിപൂർണമായ ആദാസ്ഥാനവും ആധികാരികതയും ഉള്ളവരായി അവിടുന്ന് പ്രവർത്തന രംഗത്തിറങ്ങൂ നബിയേ. ദുന്യാവിന്റെ വിഷയങ്ങളൊന്നും കൊതിച്ചു പോകണ്ട. അതുപോലെ തന്നെ ദുന്യാവ് കിട്ടണമെന്ന നിലക്കുള്ള ചിന്തയും വേണ്ട, അതൊന്നും അവിടുത്തേക്കില്ല. പ്രബോധന രംഗത്തിറങ്ങുമ്പോൾ എതിർപ്പുകളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, കുറ്റം പറച്ചിലുണ്ടാകും. അവിടെയെല്ലാം റബ്ബിന് വേണ്ടി ക്ഷമിച്ചു നിൽക്കൂ നബിയേ. ആശയപ്രചരണത്തിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് മുന്നേറൂ നബിയേ എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുള്ള ആയത്തിറക്കി. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്തിറക്കി നബി തങ്ങൾക്ക് പ്രബോധനത്തിന് പ്രചോദനം നൽകുകയാണ്. അല്ലാഹി ലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമീ. ആദ്യമായി തന്നെ അവിടുന്ന് നബിയായി വന്നപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിശ്വസിക്കുകയാണ്. പുരുഷന്മാരെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്. ഒരഭിപ്രായം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഒരു പണ്ഡിതന്റെ സമീപത്ത്. ആ പണ്ഡിതനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. ആ വറഖത്ത് ഇബ്നു നൗഫലാണ് പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചവരെന്ന് പറഞ്ഞവരുമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ പലരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ പലരും ഒന്ന് ശങ്കിച്ചു നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൽപ്പവും ശങ്കിച്ച് നിന്നിട്ടില്ല. ക്ഷണിക്കുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു എന്ന് ഇമാം സുഹൈലി രേഖപ്പെടുത്തുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് ചന്ദ്രൻ അതാ മക്കയിലേക്ക് ഇറങ്ങി വന്നതായി, ചന്ദ്രൻ ഇറങ്ങി വന്നതായി സ്വപ്നത്തിൽ കാണുകയാണ്. അത് മക്കയിലെ ഓരോ വീടുകളിലേക്കും അതാ കഷ്ണം കഷ്ണമായി അതിന്റെ പ്രകാശം കടന്നു ചെല്ലുന്നത് കാണുകയാണ്. പിന്നീട് എല്ലാം കൂടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന് കയറുന്നത് കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് അതാ ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ചില പണ്ഡിതന്മാരോട് വിവരം പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഓ അബൂബക്കറെ, അതാ പരിശുദ്ധമായ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ മുൻകാല ഗ്രന്ഥങ്ങളിലൊക്കെ അവസാനം വരുന്നൊരു നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ നബി വരാനുള്ള സമയം അടുത്തെത്തിയിട്ടുണ്ട്. ആ നബി വരുമ്പോൾ ഇത്തബീഹു, നീ ആ നബിയെ പിന്തുടർന്നോ. വതകൂനു അസ്അദൻ നാസി ബിഹി, ജനങ്ങളിൽ ഏറ്റവും വലിയ വിജയം ആ നബി മുഖേന കഥാ ലഭിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ക്ഷണിക്കുമ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പവും സംശയിക്കാതെ പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചു. ഓ സഹോദരന്മാരെ, അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുട്ടികളിൽ വിശ്വസിച്ചത് ആദ്യമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മരണത്തിന് ശേഷം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. അതുപോലെ തന്നെ അടിമകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരിൽ
ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൂ. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. പിന്നെ അടിമകളെ കൂട്ടത്തിൽ ആദ്യമായി വിശ്വസിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. സുഹൃത്തുക്കളെ, മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നുൽ അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബീ വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി, ഇങ്ങനെയുള്ള പലരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശയപ്രചരണം കൊണ്ട് സത്യത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെയാണ് അബൂ ഉബൈദ, അബൂ സലമ, അർഖം, അതുപോലെ ഉസ്മാൻ ഇബ്നു മളൂൻ, അതുപോലെ ഖുദാമ അബ്ദുല്ല, ഉബൈദ് ഇബ്നുൽ ഹാരിസ്, സഈദ് ഇബ്നു സുബൈർ, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ തുടങ്ങി പലരും ഇസ്ലാമിലേക്ക് വന്നു. അതിന്റെ ശേഷമാണ് അതേ ഫാത്തിമ എന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. ആ ഫാത്തിമ വിശ്വസിച്ചതിന്റെ ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു വരുന്നത്. പിന്നീട് കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം സ്വീകരിച്ച് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വരവോടുകൂടിയാണ് ശക്തി പ്രാപിച്ചത്. പിന്നെയാണ് പരസ്യമായ പ്രചരണത്തിന് അതാ രംഗത്തുണ്ടായത്. ഞാൻ ചുരുക്കി പറയട്ടെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ, ഓ പ്രവർത്തകരെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് ഓടി നടക്കുമ്പോ പ്രയാസം തോന്നാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അതാ ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും പോയി കറങ്ങി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലായിരുന്നു. ആളുകൾ ഒരുമിച്ച് കൂടുന്ന ചന്തയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയലായിരുന്നു. ഇന്നല്ലാഹ തആല യഅ്മുറുക്കും അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്നിങ്ങനെ പറഞ്ഞ് നബി തങ്ങൾ പ്രസംഗിക്കലായിരുന്നു. അപ്പോൾ അബൂലഹബ് ഉണ്ടല്ലോ, അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാതിരുന്നാൽ ഏത് തറവാട്ടിൽ ജനിച്ചിട്ടും കാര്യമില്ലല്ലോ. അബൂലഹബിന്റെ തറവാട് മുന്തിയ തറവാടാണ്. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ പോയി പ്രസംഗിച്ചോ, എവിടെ പോയി പ്രബോധനം നടത്തിയോ, പിന്നാലെ അബൂലഹബും എത്തും അവിടെ. എന്നിട്ട് അബൂലഹബ് പറയും, മുഹമ്മദിനെ വിശ്വസിക്കല്ലേ, നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കുതന്ത്രം അവനും പയറ്റിക്കൊണ്ടിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ ഈ ബൈത്തിന്റെ ഞാനിപ്പോ ചൊല്ലിയത് എന്നിങ്ങനെയുള്ള ബൈത്തിന്റെ ശറഹിൽ ഈ വിവരങ്ങളെല്ലാം പറയുകയാണ്. സുഹൃത്തുക്കളെ, പിന്നീട് സുബ്ഹാനല്ലാഹ് പാവപ്പെട്ടവർ ഇസ്ലാമിലേക്ക് പലരും കടന്നു വന്നപ്പോൾ അതേ മുമ്പേ തന്നെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കലും സത്യത്തിന്റെ പ്രവർത്തകരായി രംഗത്തുണ്ടാകലും കൂടുതൽ പാവങ്ങളാണ് കേട്ടോ. വലിയ വലിയ ധനികന്മാർക്കും വലിയ വലിയ വിഐപികൾക്കും നല്ല പ്രവർത്തനത്തിന് തൗഫീഖ് കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. സാധുക്കളായ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരുമ്പോ അബൂജഹൽ പിടിച്ച് ശിക്ഷിക്കുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ഞിൽ അതാ വലിയ കല്ല് വെച്ചുരുട്ടുകയാണ്. ഉമ്മമാരെ, ബഹുമാനിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ, ആ സുമയ്യ ബീബി അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ സുമയ്യ ബീവിയെ മലർത്തിക്കിടത്തി വലിയ ഇരുമ്പിന്റെ കുന്തം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിനാൽ സുമയ്യ ബീവിയുടെ ലൈംഗികാവയവത്തിൽ കുത്തിക്കൊല്ലുകയാണ്. അവിടെയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചും അംഗീകരിച്ചും പതറിപ്പോകാതെ സഹാബത്ത് മുന്നേറുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അടിമകളെ ശിക്ഷിക്കപ്പെടുന്നു അവരുടെ ഉടമസ്ഥന്മാരായ വിഐപികളെന്ന് കേൾക്കുമ്പോ പോയിട്ട് പറയുന്ന സംഖ്യ കൊടുത്ത് പണമെന്തിനാ? റബ്ബിന്റെ ദീനിന് വേണ്ടിയുള്ളതല്ലേ, സാധുക്കളെ സഹായിക്കാനല്ലേ, റബ്ബിന്റെ ദീന് സംരക്ഷിക്കാനല്ലേ. ഈ പണത്തിന് നിലനിൽപ്പില്ലല്ലോ. അത് ചിന്തിച്ച് മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പണം പറഞ്ഞാലും കൊടുത്തിട്ട് വാങ്ങി അടിമകളെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട അടിമയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം ആ നിലക്ക് ക്ഷമാപൂർവം മുന്നേറി പല പരീക്ഷണങ്ങളും ഉണ്ടായി. ആ പരീക്ഷണങ്ങളിലൊന്നും പതറിപ്പോകാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി മുന്നേറുകയാണ്. തങ്ങളെ ആര് മുറുകെ പിടിച്ചുവോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയത്തെ ആര് മുറുകെ പിടിച്ചുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആശയം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, ആ ആശയം ആര് മുറുകെ പിടിച്ചുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. ആ ആയത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പദ്യം. അതാണ് മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ പിടിച്ച കയറ് ഒരിക്കലും മുറിയലില്ല, ചെറിയ മുറി പോലും സംഭവിക്കലില്ല. ആരാണോ അല്ലാഹുവിൽ വിശ്വസിച്ചു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു, ആ നബിതങ്ങൾ കൊണ്ടുവന്ന ആശയത്തിൽ മുന്നേറിയവൻ ആരാണോ അവൻ അതാ ലം ഫിസാമ ലഹാ, ആ കയറിനൊരിക്കലും മുറിയലില്ല, അവൻ വിജയിച്ചവൻ തന്നെ. സുഹൃത്തുക്കളെ, സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദായി മരിച്ചു, അല്ലെങ്കിൽ സുമയ്യ റളിയല്ലാഹു അൻഹ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. അതുപോലെ പലരും ശുഹദാക്കളായി മരിച്ചു. അതിലാരും തന്നെ പ്രയാസപ്പെടണ്ട. കാരണം അവർക്ക് മരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിച്ചിട്ടുള്ളൂ. ലോകത്താരും അല്ലാഹു നിശ്ചയിച്ചതിനപ്പുറം പോവില്ല. ആ മരിക്കുന്ന സമയത്ത് ആ ശത്രുക്കളുടെ അക്രമം മൂലം ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ് മരണമെങ്കിൽ അതതാ കാലകാലം ജീവിക്കാനുള്ള വഴിയാണ് കേട്ടോ. ശുഹദാക്കളെ കുറിച്ച് ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അവരെന്നും ജീവിതത്തിലാണ്, എന്നും സന്തോഷത്തിലാണ്, അവര് പ്രവർത്തന രംഗത്താണ്. അതുകൊണ്ട് അള്ളാന്റെ ദീനിന് വേണ്ടി കൊല്ലപ്പെട്ടവർ അവരൊന്നും അവധിയെത്താതെ മരിച്ചവരല്ല, അവധിക്ക് തന്നെയാണ് അവരുടെ മരണം. അവരാരും അവധിയെത്താതെ മരിച്ചവരല്ല. പക്ഷേ അവർക്കതിന് ശേഷം വലിയ സന്തോഷമാണ്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഹയാത്തുള്ളവരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്, എന്നും ഹയാത്തിലാണ്. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂന ഫരീഹീൻ. അവരെന്നും സന്തോഷത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മരിച്ചവർ അവർ പരാജയപ്പെട്ടു പോയി ഞാനും വിചാരിക്കേണ്ട. അവരാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെടൂല. അത് ഒരു വിഷയത്തിലും പരാജയപ്പെടൂല. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു, മൂന്നും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹറമിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മദീനയിൽ ഇങ്ങനെ കൂടുകയാണ്. വല്ലാതെ വിശക്കുന്നു, യാതൊരു നിവൃത്തിയില്ല. കുറെ ദിവസമായി ഭക്ഷണം കിട്ടാത്തത്. ഇശായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്നു. അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കർ ഇബ്നുൽ മുഖരി തങ്ങൾ പറയാണ്, ഞാനങ്ങ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഴിഞ്ഞുപോയ മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തുകാരാണ്, കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളും സുന്നത്ത് ജമാഅത്തുകാരാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ മുഖരി തങ്ങൾ അങ്ങ് പറഞ്ഞു, യാ റസൂലുള്ളാഹിൽ ജൂഅ്, വിശന്നിട്ട് നിവൃത്തിയില്ല നബിയേ, തങ്ങളെ ഹറമിൽ വന്നതാ, വിശന്നിട്ട് നിവൃത്തിയില്ല നബിയേ. അതും പറഞ്ഞ് ഞാനിങ്ങ് പോന്ന്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്.
ബഹുമാനപ്പെട്ട അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ അബൂബക്കർ ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇരിക്കുക നമ്മൾ ഒന്നുകിലും മരിക്കല്ലേ ഇവിടെ തന്നെ കൂടുക, ഒന്നുകിലും മരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കിട്ടി എന്തെങ്കിലും ആകും ഇവിടെ തന്നെ നിൽക്കുക. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുഖരി തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ഒന്നും കിടന്നു. അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു കിടന്നു. ഇമാം തബറാനി കിടന്നിട്ടില്ല. മഹാനവറുകൾ എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴുണ്ടതാ ഒരു സയ്യിദായ അലവി അഥവാ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് വാതിലിന് മുട്ടുന്നുണ്ട്. ഞങ്ങൾ വാതിൽ തുറന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 2 അടിമകളുണ്ട്. അവർ രണ്ടുടെയും അടുക്കൽ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ കുറെ സാധനങ്ങളുണ്ട്, തിന്നാനുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ ഇരുന്നതൊക്കെ കഴിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി ബാക്കി അദ്ദേഹം അങ്ങ് കൊണ്ടുപോകുമെന്ന്. പക്ഷെ അദ്ദേഹം പോകുന്ന സമയത്ത് ബാക്കി എടുക്കാതെ തന്നെ പോകുകയാണ്. അദ്ദേഹം പറയാണ്, ഭക്ഷണം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണോ, ജനങ്ങളെ അശക്കൗതും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞുവല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞുവല്ലേ. ഫഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ ഞാൻ ഉറക്കിൽ കണ്ടിട്ടുണ്ട്. ഫഅമറനി അൻ അഹ്മില ബിശൈഇൻ ഇലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുതരാൻ നബി തങ്ങളെ നിർദ്ദേശമാണ്. ദുനിയാവിലോ ആഖിറത്തിലോ ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചവർ അവർക്കൊരിക്കലും പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. 100 സംഭവങ്ങൾ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് ചെന്ന് വലിയ വിഷമമുള്ള സമയമാ. 5 ദിവസത്തോളം ഭക്ഷണം കിട്ടാതെ വിഷമത്തില. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നു, സലാം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബിനും സലാം പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, അന ദൈഫുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തങ്ങളെ അതിഥിയാണ്, ഞാൻ തങ്ങളെ നാട്ടിൽ വന്നതാണ്. ഞാനതും പറഞ്ഞിങ്ങോട്ട് വന്നു. മിമ്പറിന്റെ അപ്പുറത്ത് അവിടെ അങ്ങ് കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുകയാണ് സ്വപ്നത്തിൽ. വലത്ത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടത് ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു മുന്നിലുണ്ട്. ഫഹറകനി, ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഒന്ന് ചലിപ്പിച്ചു, ഒന്ന് അനക്കി. ഖും, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു എന്നോട്. നബി തങ്ങൾ വന്നിട്ടുണ്ട്, അലി ബിൻ അബീ താലിബ് തങ്ങളാണ് മുന്നിൽ വന്ന് എന്നെ വിളിക്കുന്നത്. എഴുന്നേൽക്കൂ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എഴുന്നേറ്റു. നബി തങ്ങളുടെ ിലേക്ക് ഞാൻ ചെന്നു. അവിടുത്തെ 2 കണ്ണിന്റെയും ഇടയ്ക്ക് ഞാൻ ഒന്ന് ചുംബിച്ചു. അങ്ങനെ ചുംബിച്ചപ്പോൾ എനിക്കൊരു പത്തിരി കഷ്ണം ഹബീബായ നബി തങ്ങൾ ഇങ്ങ് കൈമാറി. ഞാനതിൽ നിന്ന് പകുതി അങ്ങ് തിന്നു. വന്തബഹത്തു, എന്റെ ഉറക്ക് തെളിഞ്ഞുപോയി. അപ്പൊ നോക്കുമ്പോൾ പകുതി ഞാൻ തിന്നിട്ടുണ്ടല്ലോ, ബാക്കി പകുതി ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ എന്റെ കയ്യിലുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹിൽ മറാക്കശി റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഹിജ്റ 607 ജനിച്ച ആ മഹാപണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ ഭൂമി ലോകത്ത് തന്നെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ, കൊല്ലപ്പെട്ടവര് വെറുതെയല്ല, അവര് പ്രവർത്തന രംഗത്താണ്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പ്രവർത്തന രംഗത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവർത്തന രംഗത്താണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവർത്തന രംഗത്താണ്. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അത്താഫ് റളിയല്ലാഹു അൻഹു മൗസിലിൽ വെച്ച് അബുൻ നസ്ർ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽവാൻ എന്നിവർക്ക് പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ്. പക്ഷേ പിന്നീട് ആ പണ്ഡിതനെ തന്നെ ശേഷം ഡെമസ്കസിൽ നിന്ന് മൗസിലേക്ക് വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നേരിട്ടും എന്നോട് പറഞ്ഞു, എന്താ സംഭവം എന്നറിയോ? മദീനയിൽ പോയി, അങ്ങനെ അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പോയി. ചെന്നപ്പോ ഒരാളെടുത്ത് പൈസ കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, പൈസ തന്നല്ലോ, ഇനി സാധനം തരണമെങ്കിൽ അബൂബക്കറിനെയും ഉമറിനെയും ലാനത്ത് ചെയ്യണമെന്ന്. അബൂബക്കർ റളിയല്ലാഹു ഉമർ മൊത്താനും ലാനത്ത് ചെയ്യണം. ഇയാൾ റാഫിലിയാണ്. റാഫിലി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ ചീത്ത പറയുന്നവൻ, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നവൻ, അള്ളാഹ് അസൈരമല്ലിരിക്കൂ എന്ന് പറയുന്നവൻ, അള്ളാഹ് കയറി ഇറങ്ങുകയും ചെയ്യും എന്ന് പറയുന്നവൻ, മാസം കണ്ടാലും എടുത്തുകൂടാ കണക്ക് വെക്കണമെന്ന് പറയുന്നവൻ, അള്ളാന്റെ റസൂൽ ചെയ്യാത്ത ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവൻ. ഇതൊക്കെ റാഫിലത്തിന്റെ വാദങ്ങളാണെന്ന്
ഇമാം അസ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പുത്തൻവാദികൾക്കുള്ള വാദങ്ങളൊക്കെ ഉള്ള കക്ഷികളാണ് റാഫിളത്ത്. അവർ അബൂബക്കർ റളിയല്ലാഹു പഴിച്ചുപോയി എന്നാണ് അവരുടെ വാദം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ച് എഴുതി വെച്ചിട്ടില്ല. റസൂലുള്ളാഹി ചെയ്യാത്ത ഏത് നല്ല കാര്യം ചെയ്താലും അവരൊക്കെ പേച്ചുപോയവരാണ് എന്നാണ് റാഫിളത്തിന്റെ വാദം. ആ വാദം തന്നെയാണ് ഇന്നത്തെ എല്ലാ പുത്തൻവാദികൾക്കുള്ളത്. ആ റാഫിളത്തിന്റെ കക്ഷിയാണിവൻ. ഇയാള് പറഞ്ഞു അബൂബക്കറിനെയും ഉമറിനെയും ലാനത്ത് ചെയ്താലേ തരുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇയാള് ശിയാ വിശ്വാസത്തിന്റെ ചൊയയുണ്ട്. അലി ഇബ്നു അബീ താലിബിനെ കൂടുതൽ പൊക്കി പറയും. പൊക്കി പറയുന്ന അലി ഇബ്നു അബീ താലിബിനുള്ള സ്നേഹം കൊണ്ടല്ല, ഇവർ രണ്ടാളെ എഴുത്താൻ വേണ്ടിയാണ്, മറ്റുള്ള സഹാബത്തിനെ കുറ്റം പറയാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയാൽ അങ്ങനെയാണ്. അവർ ചില പണ്ഡിതന്മാരെ പുകഴ്ത്തി പറയും, അത് വേറൊരു പണ്ഡിതനെ ഇകഴ്ത്താനാണ്. അതൊക്കെ പിഴച്ചുപോയവരുടെ സ്വഭാവമാണ്. എന്നോട് പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെയും ലാനത്ത് ചെയ്താലേ തരുള്ളൂ. അപ്പൊ ഞാനതിന് തുനിഞ്ഞില്ല. അപ്പൊ പിന്നെയും അദ്ദേഹം പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാ പറയുന്നത് ലാനത്ത് ചെയ്യടോ. എനിക്കത് തീരെ കേട്ടില്ല. ഞാനങ്ങ് പറഞ്ഞുപോയി ലാനല്ലാഹു മൻ ലാനഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ലാനത്ത് ചെയ്യുന്നവനാ അല്ലാഹു ലാനത്ത് ചെയ്യും, അല്ലേ അല്ലാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോ അദ്ദേഹം കൈകൊണ്ടൊരൊറ്റ ഇടിയും ഇടിച്ചു എന്റെ കണ്ണിൽ നിന്ന് അതാ ഒലിച്ചുപോയി. വേദനയോടെ ഞാൻ പള്ളിയിലേക്ക് ചെന്നു. മയ്യാ ഫാറഖീൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യനുണ്ട്, എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു സ്നേഹിതൻ. അദ്ദേഹം മദീനയെ തന്നെ കൂടുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് സംഭവം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, വരൂ നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖദ് ജീനാക മദ്ലൂബീൻ ഫഖുദ് ബിസൈരിനാ. നബിയേ, ആക്രമിക്കപ്പെട്ടുകൊണ്ടാണ് തങ്ങളടുത്ത് വന്നത്, തങ്ങളതിന് വേണ്ടത് ചെയ്യണം നബിയേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. രാത്രി ഞാനിങ്ങനെ ഉറങ്ങുകയാണ്. നേരം വെളുത്തു നോക്കുമ്പോ എന്റെ കണ്ണിനൊരു പ്രശ്നവുമില്ല. കണ്ണിന്റെ മുഴുവൻ പ്രശ്നവും മാറിപ്പോയി. എനിക്ക് അടി കിട്ടിയ ഒരു ലക്ഷണവുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് മുഖത്ത് തുണിയിട്ടുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ പറ്റി അന്വേഷിക്കുന്നു. എന്നെക്കുറിച്ച് ആരോ കാണിച്ചു കൊടുത്തു. എന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം സലാം ചൊല്ലിയിട്ട് പറയുന്നു, അള്ളാനെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു, എനിക്ക് പൊരുത്തപ്പെടണേ. ഇന്നലെ നിന്നെ തല്ലിയില്ലേ, മുഖത്ത് തല്ലിയില്ലേ, ആ തല്ലിയ മനുഷ്യനാണ് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ പൊരുത്തപ്പെടൂല, നിങ്ങളെ കഥ പറ, നിങ്ങൾക്ക് മാറ്റം വന്നത് എന്തേ? നിങ്ങളല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാനത്ത് ചെയ്യാൻ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ കിടന്നുറങ്ങി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു, മൂന്നാളും എന്റെ സമീപത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ നേരെ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. അലി റളിയല്ലാഹു അൻഹു, ലാ സല്ലല്ലാഹു അലൈഹി, നിനക്ക് അല്ലാഹുവിന്റെ ഒരു സമാധാനം ഉണ്ടാവൂലടാ, വലാ റളിയാൻക, അല്ലാഹു നിന്നെ തൃപ്തിപ്പെടൂല. അന അമർത്തുകാൻ തഅല്ലാന ശൈഖൈനി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ ലാനത്ത് ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞിനോണടാ എന്ന് ചോദിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു വജഅല ബിസ്ബൈഹി കദാഫി ഐനിയ ഫഫഖാഹുമാ. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ രണ്ട് കൈയിന്റെ വിരല് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു കുത്തുകുത്തിയിട്ടാ ചോദിക്കുന്നത്, അബൂബക്കറിനെയും ഉമർ റളിയല്ലാഹു അൻഹുമയെ ലാനത്ത് ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞ് രണ്ട് വിരൽ കൊണ്ട് ഒരൊറ്റ കുത്തുകുത്തിയിട്ട് കണ്ണ് രണ്ടും അങ്ങ് പൊട്ടിപ്പോയി. ഫന്തബഹ്തു, ഞാൻ ഉണർന്നു, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യാണ്, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണേ. എന്നോടത് പറഞ്ഞപ്പോൾ, തായിബാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പോയിക്കോ. സുഹൃത്തുക്കളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജിന്റെ കുത്തുകൊണ്ട് മരിച്ചുപോയ മഹാനാണ്. സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ സഹാബികൾ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് വാദിച്ച ഖവാരിജുകൾ. അങ്ങനെയാണല്ലോ പഴയ കാലം മുതൽക്കേ പുത്തൻവാദികള് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാര് ശിർക്ക് ചെയ്യുന്നവരാണെന്നാണ് അവർ വാദിക്കുക.
അലി ഇബ്നു അബീ താലിബ് തങ്ങളടക്കമുള്ള സഹാബത്തും ഇമാമിയങ്ങളും ശിർക്ക് ചെയ്തു എന്നാണ് അവർ വാദിച്ചത്. ആ ഖവാരിജ് കുത്തിയിട്ട് കൊന്നുകളഞ്ഞ വ്യക്തിയല്ലേ അലി റളിയല്ലാഹു അൻഹു. പ്രവർത്തന രംഗത്താണ്, ഹയാത്തിലാണ്, സുഹദാക്കളാണ്. അതുകൊണ്ട് സുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ കുന്തം കയറ്റി അബൂജഹൽ കൊന്നുകളഞ്ഞു, അല്ലെ അബൂജഹലിന്റെ ആളുകൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മമാരെ വിഷമിക്കണ്ട, അവരൊക്കെ വലിയ സ്ഥാനത്താണ്. ദീനിന്റെ പ്രബോധനം ഇഖ്ലാസോടെ നടത്തുമ്പോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. അതിൽ ക്ഷമിച്ചു നിന്ന് മനക്കരുത്തോടെ പ്രവർത്തിക്കുന്നവരാണ് വിജയം കൈവരിച്ചവര് കേട്ടോ. നബിതങ്ങളെ മുറുകെ പിടിച്ചവര് പരാജയപ്പെടൂല. ഫൽ മുസ്തംസികൂന ബി മുസ്തംസികൂന ബി ഹബിലിൻ ഗൈരി മുൻഫസിമി. നബിതങ്ങളെ മുറുകെ പിടിച്ചവര് പരാജയപ്പെടൂല. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ അവഗണിച്ചവരോ അവിടുത്തെ കൽപ്പനകളിലും അവിടുത്തെ വിരോധങ്ങളിലും അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവത്തിലും അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ വിഷയത്തിലും നബിതങ്ങളെ അവഗണിച്ച് നീങ്ങുന്നവരോ അവരെല്ലാ ഹലാക്കിലും പെട്ടുപോയി. വഗൈറുൽ മുസ്തംസികീന ബിഹി വാഖിഊന ഫീ മഹാബിലി തലഫി വമസാലിഫിർ റദാ ലാ യസ്തംസികൂന ബിഹുജ്ജത്തിൻ വലാ യസ്ലികൂന മഹജ്ജാ. ഈ ബൈത്തിന്റെ ശറഹിൽ ഇബ്നു ഹജർ നിങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിക്കാത്തവർ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയി. ആ നബിതങ്ങളുടെ പ്രബോധനം ഏറ്റവും മുന്തിയ സ്വഭാവം, ഏറ്റവും വലിയ വിജ്ഞാനം, ആ നബിയേക്കാൾ വിജ്ഞാനമുള്ളവരില്ല, അതിനേക്കാൾ നല്ല സ്വഭാവമുള്ളവരില്ല, അവിടുത്തേക്കാൾ ഭംഗിയുള്ളവരില്ല, അവിടുത്തേക്കാൾ നല്ല സ്വഭാവമുള്ളവരില്ല, അവിടുത്തേക്കാൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തിയില്ല. അതാണ് അടുത്ത പദ്യം. ഫഖന്നെ ബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തിനിക്കോ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന സദസ്സ് വളരെ അച്ചടക്കത്തോടെ ഇരിക്കേണ്ട സദസ്സാണ്, വളരെ ശ്രദ്ധാപൂർവം ഇരിക്കേണ്ട സദസ്സാണ്. അത് നബിതങ്ങളെ സദസ്സാണ്. റളിയല്ലാഹു അൻഹു വളരെ വിശദമായി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫഖന്നെ ബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ലോകത്തൊരൊറ്റ നബിയെയും അല്ലാഹു തആല ഭംഗിയുള്ളവരായിട്ടല്ലാതെ പറഞ്ഞേറ്റിട്ടില്ല. എല്ലാ നബിമാരും നല്ല ഭംഗിയുള്ള മുഖമുള്ളവരാണ്. വഹസന സൂറത്തി, നല്ല രൂപമുള്ളവരാണ്. ഒരു നബിക്കും തന്നെ കണ്ടാൽ കൊള്ളാത്ത, കണ്ടാൽ ഭംഗിയില്ലാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല. നല്ല ശാരീരികമായ ഘടന, നല്ല ശാരീരികമായ രൂപം, അതിന്റെ പുറമെ ഏറ്റവും നല്ല മുഖം. അങ്ങനെയാണ് ലോകത്ത് വന്ന എല്ലാ നബിമാരുമെങ്കിൽ വകാന നബിയുക്കും അഹ്സനഹും വജ്ഹം വസൂറാ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങളുടെ നബി എല്ലാ നബിമാരെക്കാളും നല്ല പ്രശോഭിതമായ മുഖമുള്ളവര്, ഏറ്റവും നല്ല രൂപമുള്ളവര്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു ഒരു രാത്രി. അതേ അവിടുന്ന് ചുവന്ന ഒരു ഹുല്ലത്ത് ധരിച്ചിട്ടുണ്ട്. അതേ ഹുല്ല എന്ന് പറഞ്ഞാൽ ഒരേ നിലക്കുള്ള രണ്ട് വസ്ത്രം. അതേ നബി തങ്ങളിലേക്ക് ഞാനൊന്ന് നോക്കി. അതേ സമയത്ത് തന്നെ ഞാൻ ഖമറിലേക്കും ഒന്ന് നോക്കി, ചന്ദ്രനിലേക്കും നോക്കി. സുബ്ഹാനല്ലാഹ്, ചന്ദ്രനിലേക്കും നോക്കി, നബിതങ്ങളിലേക്കും നോക്കി. നോക്കുമ്പോൾ ഫലഹുവ ഇൻദി അഹ്സനു മിനൽ ഖമരി, ചന്ദ്രനേക്കാൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭംഗി കാണുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി അതേ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിൽ വന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനാ വന്നത്. ഫലമ്മസ്തബൻതു വജ്ഹഹു, മുഖമങ്ങ് കണ്ടപ്പോ തന്നെ അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദാബിൻ, ഒരു കളവ് പറയുന്ന ആളെ മുഖമല്ല എന്ന് മുഖം കാണുമ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. തൗറാത്തിലൊക്കെ വലിയ വിവരമുള്ള പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, അബൂരിൻസത്തി തീമീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എന്റെ ഒരു മകനും കൂടിയിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. നബി തങ്ങളെ ഞാൻ കണ്ടപ്പോ തന്നെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഫലമ്മാ റഅയ്തു, നബി തങ്ങളെ ഞാൻ കണ്ടപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, മുഖമങ്ങ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഹാദാ നബിയുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നബിയാണ്. മുഖം കാണുമ്പോ തന്നെ ബോധ്യപ്പെട്ടു പോയി. ഓ സുഹൃത്തുക്കളെ, നബിതങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നബിതങ്ങളുടെ നൂറ് ഇബ്രാഹിം നബിയിലുണ്ട്, അതേ നമ്രൂദ് അത് കണ്ടിട്ടില്ല. കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കണ്ണുള്ളത് കൊണ്ട് കാണണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കാണണമെന്നില്ല. അത് ആ സ്പീഡിൽ കറങ്ങുന്ന ഫാന്, ആ ഫാനിന്റെ എതലുകൾക്കിടയിൽ വിടവുണ്ടല്ലോ, സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മളത് കാണുന്നില്ലല്ലോ. എന്നാൽ അത് ഓഫാക്കുന്ന സമയത്ത് കാണുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് നമ്മൾ കാണാത്ത പലതും യന്ത്രം വെക്കുമ്പോൾ കാണുകയാണ്. അപ്പൊ വാസ്തവത്തിലുണ്ട്, പക്ഷേ എല്ലാവർക്കും എപ്പോഴും കാണാൻ കഴിയുന്നില്ലേ? മുഖത്ത് നോക്കിയിട്ട് രോഗം പറയുന്ന ഡോക്ടർമാരില്ലേ, എല്ലാവർക്കും അതറിയുന്നില്ല. കാണാൻ ഭാഗ്യമുള്ളവർക്ക് അവിടുത്തെ മുഖം കണ്ടാൽ മതി. ഇതുപോലെ തന്നെ ഇവിടുത്തെ വാക്കുകളോ, ഇമാദ് റളിയല്ലാഹു അൻഹു വന്നു നബിതങ്ങളെ സമീപത്ത്. അല്ലാഹുവിന്റെ റസൂൽ കുറഞ്ഞ വാചകം അങ്ങ് ഉച്ചരിച്ചതേ ഉള്ളൂ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത്രയും പറഞ്ഞപ്പോൾ ഇമാദ് പറഞ്ഞു, ഒന്നും കൂടി പറയൂ. നബിതങ്ങൾ ഒന്നുകൂടി പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞപ്പോ പറയാണ്, ഖദ് ബലഗ്ന ഖാമൂസൽ ബഹരി, ഇതതാ സാഹിത്യത്തിന്റെ ആഴ്ക്കടലിലേക്ക് ചെന്ന വാചകമാണ്. ഹാത്തിയതക്ക് കൈനീട്ടു നബിയെ, ഞാൻ തങ്ങളെ കൂടെ കൂടെയാണ്. ആ വാചകം കേട്ടതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇമാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. താരിഖ് റളിയല്ലാഹു അൻഹു എന്നൊരാൾ, താരിഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജാമിഉ ഇബ്നു സദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു മദീനയിൽ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ വല്ലതും വിൽക്കുന്ന സാധനം ഉണ്ടോ? ആ പെണ്ണ് ഒരൊട്ടകണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രക്ക് വിൽക്കും? അത് ഇത്ര കാരക്കാരനാ വിൽക്കും. നബി സല്ലല്ലാഹു നിങ്ങൾ ഉടനെ തന്നെ അതിങ്ങോട്ട് വാങ്ങി. അങ്ങനെ തന്നെ ഒട്ടകത്തെയും തെളിച്ചങ്ങ് പോയി. ഒന്നും പറയാൻ തോന്നിയില്ല. അപ്പൊ വെളിച്ചങ്ങ് പോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതാ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാള് ഒട്ടകത്തിനെ വാങ്ങി അങ്ങ് പോയിട്ടുണ്ട്. നമ്മൾ പണമൊട്ട് കിട്ടിയിട്ടില്ല. ഒട്ടകത്തിനെ വാങ്ങിപ്പോയിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്ത ഒരാള്. മുഖത്ത് നോക്കിയപ്പോ ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഒട്ടകത്തിന്റെ പുറത്തൊരു പെണ്ണുണ്ട് കൂടാരത്തില്. ആ പെണ്ണ് പറയാണ്, അദ്ദേഹം തന്നില്ലേ, ഞാൻ തന്നോളും. അനദാമിനത്തുൽ സമനിൽ ബഈരി, ഒട്ടകത്തിന്റെ പണം ഞാൻ തന്നോളൂ, അദ്ദേഹം തന്നില്ലെങ്കിൽ. കാരണം റഅയ്തു വജ്ഹ റജുലിൻ മിഥലൽ ഖമരി ലൈലത്തുൽ ബദരി, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെയുള്ളൊരു മുഖമാണ് ഞാൻ കണ്ടത്. ലാ യഖീസു ബിക്കും, അദ്ദേഹം ചതിക്കൂല. നേരം വെളുത്തു നോക്കുമ്പോൾ ഞങ്ങളെ കാരക്ക ഇങ്ങനെ കൊടുത്തേച്ച് വരികയാണ്. വേണ്ടതെടുത്തോ എന്ന് പറഞ്ഞ് കാരക്ക വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒമാനിലെ രാജാവായിരുന്ന ജുലുന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കത്ത് കിട്ടി അദ്ദേഹത്തിന്. ഒരാളെ പറഞ്ഞേച്ചു നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ആ കത്തിങ്ങി അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ നബിയെ കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം, അല്ലഹു ലാ യഅ്മുറു ബിഖൈരിൻ ഇല്ലാ കാന അവ്വല ആഖിദിൻ ബിഹി,
ഏത് നല്ല കാര്യം കൽപ്പിക്കുന്നുണ്ടോ ആദ്യം അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന നേതാവാണ്. വലായൻഹാനില്ലാക്കാനവലതാരിക്കില്ലഹോ, ഏത് വിഷയം വിരോധിക്കുന്നുണ്ടോ ആദ്യം അത് ഒഴിവാക്കുന്ന ആളാണ്. ചിലപ്പോൾ യുദ്ധത്തിലൊക്കെ ജയിക്കും, പക്ഷേ ആഹ്ലാദിക്കൂല. യുദ്ധത്തിൽ ജയിച്ച വകയിൽ ആഹ്ലാദിക്കൂല. നമ്മളെ നാട്ടില് ഇലക്ഷനൊക്കെ ജയിച്ചാ പിന്നെ മറ്റുള്ളവർക്ക് റോട്ടുമ്മ കൂടി പോയിക്കൂടാത്ത നിലക്ക് ഊര കൊണ്ടുള്ള അനക്കം, അതേ മറ്റുള്ളവരെ റോഡ് തടയുന്ന സ്വഭാവം, അങ്ങനത്തെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാറില്ല. വയുലബു, ചിലപ്പോ നബിതങ്ങൾ യുദ്ധത്തിലതാ ശത്രുക്കൾ ചിലപ്പോൾ ചില സമയത്ത് മേൽക്കോയ്മയുണ്ടാകും. ഫലായൽജറു, അപ്പോൾ മടുക്കൂല. ഒരു യുദ്ധത്തിൽ കുറച്ച് പ്രയാസമുണ്ടായി, പക്ഷേ ദീനീ പ്രവർത്തനങ്ങൾക്ക് മടുപ്പില്ല. വയഫീബിൽ അഹദി, അതേ അവിടുന്ന് അതാ എന്ത് വാക്ക് പറഞ്ഞു, ഉടമ്പടി ചെയ്തോ, അത് കൃത്യമായി പാലിക്കും. വയിൻജിസുൽ മൗഊദ്, ഒരാളോടൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞാൽ, ഒരു കാര്യം നേരത്തെ നിശ്ചയിച്ചാൽ വാഗ്ദത്തം കൃത്യമായി നിർവഹിക്കും. വഅശ്ഹദു അന്നഹു നബി, അത് നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് നബി തന്നെ. എന്തിനധികം പറയണം? ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയാണ്, ഖുർആനിലുണ്ടല്ലോ യകാദു സൈതുഹാ യുളീ വലൗ ലം തംസസുഹു നാർ, അത് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാ തന്നെ അല്ലാഹുവിന്റെ ദീന് സത്യമാണെന്ന് ബോധ്യപ്പെടുമെന്നതിന് യകാദു മൻദറുഹു യദുല്ലു അലാ നുബുവ്വതിഹി വഇല്ലം യത്ലു ഖുർആനാ, അത്ഭുതകരമായ ഖുർആൻ ഓതി കേൾപ്പിച്ചില്ലെങ്കിൽ തന്നെ നബി തങ്ങളെ കണ്ടാ തന്നെ നബിയാണെന്ന് ബോധ്യപ്പെടുമെന്നാണ് ആയത്തിനൊരു തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുന്ന സ്വഹാബിയായിരുന്നു. അവിടുന്ന് ചൊല്ലി, ലൗലം തകുൻ ഫീഹി ആയാതും മുബൈനതുൻ ലകാന മൻദറുഹു യുംബിക ബിൽ ഖബരി. ഖുർആനിലെ ഒരൊറ്റ ആയത്തും കിട്ടിയില്ലെങ്കിൽ പോലും നബിതങ്ങളെ കണ്ടാൽ അവിടുന്ന് പറയുന്ന ആശയം ശരിയാണെന്ന് ബോധ്യപ്പെടും. അതാണ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഫഖൻ നബീന, എല്ലാ നബിമാരും വളരെ പരിപൂർണരും ഭംഗിയുള്ളവരുമാണെങ്കിലും എല്ലാ നബിമാരുടെയും എത്രയോ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഫീ ഖൽഖിൻ, അവിടുത്തെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ വളരെ നല്ല ഭംഗിയുള്ള സൃഷ്ടിപ്പ്, ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടിപ്പ്. വഫീ ഖുലുഖി, സ്വഭാവത്തിലും സർവ അമ്പിയാക്കളുടെയും മേലെയാണ്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, ഇൽമിന്റെ അറിവിന്റെ വിഷയത്തിലും കൊടുതിയുടെ വിഷയത്തിലും ഔദാര്യത്തിന്റെ വിഷയത്തിലും അമ്പിയാക്കളൊക്കെ വളരെ മേലെയാണെങ്കിലും നബിതങ്ങളുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല, നബിതങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. അവിടുന്ന് അത്രയും ഉന്നത സ്ഥാനത്താണ്. ഓ സുഹൃത്തുക്കളെ, അതാണ് ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ബുർദ ബൈത്തിന്റെ ഇടക്കിടക്ക് ഇമാം ബൂസിരി ചൊല്ലിയപ്പോ സലാത്താണ്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കൊടുതികൾക്കുള്ളോ നിങ്ങൾക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു അഅറാബി വരികയാണ്. ആ അഅറാബി വന്നിട്ട് നബി തങ്ങളോടൊരു വസ്തു ആവശ്യപ്പെടുകയാണ്. നന്നായിട്ട് കൊടുത്തു.
എന്നിട്ട് ചോദിച്ചു അഹ്സൻതു ഇലൈക, നല്ലോണം തന്നില്ലേ, ഞാൻ നല്ലോണം തന്നില്ലേ, നിനക്ക് ഗുണം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാളെ മറുപടി ഇല്ല. നല്ല വാങ്ങി വെച്ചിട്ട് അയാൾ പറയാണ് ഇല്ല ഒല അജ്മൽത്ത, നല്ലോണം തന്നു എന്ന് പറയാൻ ഒരു ഭംഗിയായിട്ട് തന്നെ തന്നിട്ടില്ല എന്ന്. ഇത് കേട്ടപ്പോ സഹാബിക്ക് ദേഷ്യം പിടിച്ചു. സഹാബികൾ ദേഷ്യം പിടിച്ച് അയാളെ കൊള്ളേ ഓങ്ങാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനങ്ങണ്ട, മിണ്ടാൻ പാടില്ല. അയാളങ്ങനെ പറഞ്ഞോട്ടെ, മിണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. പിന്നെയും കുറെ കൊടുത്തയച്ചു. നല്ലോണം കൊടുത്തു. അഹ്സൻതുയിലേക്ക, ഞാൻ നല്ലോണം തന്നില്ലേന്ന് ചോദിച്ചു. നാം, ഇപ്പൊ കിട്ടി. ഫജസാക്കല്ലാഹു മിൻ അഖീൻ വഅശീറത്തിൻ ഖൈറാ, അല്ലാഹു തആല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഖൈർ ധാരാളം തരട്ടെ എന്ന് പറഞ്ഞ മൂപ്പര് ഒരു ദുആ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് വേണ്ടി. അത് ഒരാളിരുന്ന് തന്നാൻ ദ്വാരക്കണം. അത് ഏത് അറാബിക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പഴയ കാലത്തെ ഭക്ഷണം കഴിച്ചാൽ ദ്വാരക്കും പണ്ഡിതന്മാര്. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി പോകുന്നൊരു കൂട്ടരുണ്ട്. അത് സുന്നത്തിയമായത്തുകാരല്ല. ഇരിക്കട്ടെ സഹോദരന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അറാബി ദ്വാരുന്നു. നബി തങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. നീ പോകുമ്പോ എന്റെ അനുയായികളായ എന്റെ കൂട്ടുകാരായ സഹാബികളുടെ അവിടെ അവരോട് നീ ഇപ്പം കണ്ടാൽ കാണുമ്പോ നീ പറയണം, ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ നബിയെ തങ്ങൾ നന്നായി തന്നിട്ടുണ്ട് എന്ന് എനിക്ക് വേണ്ടി തരുന്നില്ലേ, അത് നീ അവരോടൊന്ന് പറഞ്ഞേക്കണം. കാരണം അവരെ മനസ്സിൽ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. എത്ര കിട്ടിയിട്ടും ഇയാൾ നന്ദിയില്ലാത്ത മനുഷ്യനാണ്, നിന്നെപ്പറ്റി ഒരു ധാരണ. അതുപോലെ തന്നെ അള്ളാന്റെ റസൂലിനോട് നന്ദിയില്ലാത്ത വർത്താനം പറഞ്ഞു, അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അവരെ മനസ്സ് നന്നാകാൻ വേണ്ടി നീ അവരെ മുമ്പ് നന്നായി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം അദ്ദേഹം വീണ്ടും വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത്. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിൽ അറാബിയ, ഈ അറാബി അയാള് ഇന്നലെ പറഞ്ഞൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ രാവിലെ പറഞ്ഞൊക്കെ പറഞ്ഞു, ഞാൻ പിന്നെയും കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു തൃപ്തിയായി എന്ന് പറഞ്ഞു. അക്കതാലിക്കല്ലടോ, അങ്ങനല്ലേ? അന്നേരം അയാൾ ഞാൻ അങ്ങനെ തന്നെയാണ് നബിയെ, ഫജസാക്കല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറ, തങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു ഖൈർ തരട്ടെ, അങ്ങനെ തന്നെ എനിക്ക് നല്ല തൃപ്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായ സഹാബികളോട് പറയാ, ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസലി മസലു ഹാദാ, ഇദ്ദേഹത്തിന്റെയും എന്റെയും ഉദാഹരണം മസലു റജുലിൻ, ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ്. ലഹു നാഖത്തുൻ, അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ട്. സറദത് അലൈഹി, ആ ഒട്ടകം ഇയാളെയും വിട്ട് ഓടിക്കളും. ഒട്ടകം പിടിച്ചെടുത്ത് കിട്ടാതെ ഇയാൾ ഒട്ടകം ഓടിക്കളും. ഫതബഅന്നാസു, ഇപ്പൊ മനുഷ്യന്മാരൊക്കെ ഈ ഒട്ടകത്തിന് പിടിക്കാൻ പോയി. ഫലം യസീദുഹാ ഇല്ലാ നുഫൂറ, ഒട്ടക ആൾക്കാർ ചെല്ലുമ്പോൾ കൂടുതൽ സ്പീഡ് ഇങ്ങനെ ഓടി തന്നെയാണ്, ഒട്ടകം നിൽക്കുന്നില്ല. ഫനാദാഹും സാഹിബുഹ, അപ്പൊ ഈ ഒട്ടകത്തിന്റെ ഉടമ ഉണ്ടല്ലോ, ഒട്ടകത്തിന്റെ ഉടമ അവരെ വിളിച്ചു, ഹല്ലു ബൈനി വബൈന നാഖതി, നിങ്ങളാരും അതിനെ പിടിക്കാൻ പോണ്ട, അത് ഞാനായിക്കോളും. നിങ്ങളാരോ ഒട്ടകത്തിന്റെ പിന്നാലുണ്ട്, അത് ഞാനായിക്കോളും എന്ന് പറഞ്ഞു അദ്ദേഹം. ഫൈനി അർഫഖു ബിഹാ മിൻകും, നിങ്ങളെക്കാൾ എന്റെ ഒട്ടകത്തിനോ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിയുന്നത് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പോലെയാണ് ഞാൻ. വായലമു, എനിക്കറിയാം അതിനെ എങ്ങനെ ആ ഒട്ടകത്തിന് വഴിക്കൊണ്ടുവരാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരെ അങ്ങോട്ട് ചെന്നു എന്റെ മുന്നിൽ. എന്നിട്ട് കുറച്ച് ഭൂമിയിൽ നിന്ന് ആ ഒട്ടകത്തിന് തിന്നാൻ പറ്റുന്ന കുറച്ച് സാധനം ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഒട്ടകം വേഗം ഇങ്ങോട്ട് വന്നപ്പോ അയാൾ വേഗം പിടിച്ച് ഒട്ടകത്തിനും ആ തിന്നേണ്ട സാധനവും കൊടുത്ത് ആ ഒട്ടകത്തിന് മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ അതിന്റെ പുറത്ത് കെട്ടേണ്ട സാധനമൊക്കെ കെട്ടി അദ്ദേഹത്തിന്റെ മേലെ കയറി അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്ത് പോയി. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഇദ്ദേഹത്തിന്റെയും ഉദാഹരണം. ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ ശകാരിക്കാനും അദ്ദേഹത്തെ തല്ലാനൊക്കെ ഓങ്ങുന്ന, അപ്പൊ ഞാൻ നിങ്ങൾ അതിനങ്ങ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കൊന്നാളിയായിരുന്നു. ദഖലന്നാർ, അതുകൊണ്ട് സംഭവിക്കലോ എന്നോട് നന്ദിയില്ലാത്ത വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം നരകത്ത് കിടക്കലായിരുന്നു ഉണ്ടാകുക. അതിന് പകരം അദ്ദേഹത്തോട് ഞാൻ വെറുപ്പ് പിടിച്ചില്ല, അദ്ദേഹത്തെ തള്ളിയില്ല, അദ്ദേഹത്തെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി, അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിച്ചില്ല. ഞാൻ വീട്ടിലേക്ക് പോയി, വീട്ടിൽ പിന്നെയും സാധനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തിപ്പെടുത്തി. അദ്ദേഹം ഇപ്പോഴും അതാ ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കുന്നു. ഇങ്ങനെയാണ് എന്റെ പ്രബോധനം. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടകത്തിന്റെ ഉടമക്ക് ഒട്ടകത്തെ മെരുക്കാൻ അറിയാം, ഒട്ടകത്തെ വഴിക്ക് കൊണ്ടുവരാൻ അറിയാം. നിങ്ങൾ ഈ പരുക്കൻ സ്വഭാവത്തോടുകൂടിയല്ല ആരെയും നന്നാക്കിയെടുക്കേണ്ടത്. അതാണ് സുഹൃത്തുക്കളെ, مستمسكون به حبل غير منفصم فقد نبينا في
خلق وفي خلق ولم يدعنه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ചെവിട്ടിൽ കൊണ്ടുവന്ന് സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ട ഉടനെ പറയും, അബ്ശിർ യാ മുഹമ്മദ്, ഓ നബി മുഹമ്മദേ സന്തോഷിച്ചോ, ഫമാ ബഖിയ ലിനബിയിൻ ഇൽമുൻ ഇല്ലാ വഖദ് ഉതീതഹു, ഏത് നബിക്ക് ഏത് ഇൽമുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നൽകപ്പെടും. ഫഅൻത അക്സറുഹും ഇൽമൻ വഅസ്ജഉഹും ഖൽബാ, സർവ്വ അമ്പിയാക്കളെക്കാളും കൂടുതൽ അറിവുള്ള ആളും ഏറ്റവും നല്ല സ്ഥൈര്യമുള്ള ആളും ഓ നബിയേ, ഓ മുഹമ്മദേ നിങ്ങളാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, സുഹൃത്തുക്കളെ അവിടുത്തെ ഇൽമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഈ ആക്രമ പറയേണ്ടതുണ്ട്. അല്ലാഹു തആല എളുപ്പമാക്കി തട്ടെ. അതിലുണ്ടല്ലോ ഫഇന്ന മിൻ ജൂദിക ദുനിയാവ ضرتها ومن علومك علم اللوح والقلم. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമു ഓ നബിയെ തങ്ങളെ ഇൽമിൽ നിന്നൊരു ഭാഗമാണെന്നല്ലേ പറഞ്ഞത്? നബി തങ്ങളെ ഇൽമിനെ കുറിച്ചുണ്ടോ പറയാൻ കഴിയുന്നു? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഓ നബിയെ, അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും, അങ്ങേക്ക് അറിയാത്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തേക്കറിയാത്ത ഒരു സംഗതിയുമില്ല. സുബ്ഹാനല്ലാഹ്, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുതിയോ കറമോ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചോദിച്ചാലും കൊടുക്കലാണ്. ഒരു ദിവസം അതാ ഒരാൾ വന്ന് ചോദിച്ചപ്പോ 2 പർവ്വതത്തിനിടയിലുള്ള ആടുകളെ മുഴുവനും അങ്ങ് കൊടുത്തതാണ്. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, ജനങ്ങളെ നിങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ട് വിശ്വസിച്ച് കൂടെ കുടിക്കോ. ഫൈന മുഹമ്മദൻ യുതിയാതാം അല്ലാ യഖാഫുൽ ഫഖറ, ദാരിദ്ര്യം ഭയപ്പെടാത്ത കൊടുതിയാണ് മുഹമ്മദ് കൊടുക്കുന്നത്, നിങ്ങളൊക്കെ വേണമെങ്കിൽ കൂടിക്കോ എന്ന് പറയുന്ന നിലക്കുള്ള കൊടുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. സഫ്വാൻ ഇബ്നു ഉമയ്യ വന്നു, 100 ഒട്ടകം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ഒട്ടകം, പിന്നെയും കൊടുത്തു 100, പിന്നെയും കൊടുത്തു 100. അങ്ങനെ കൊടുത്തപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, എനിക്ക് ഇത്ര വെറുപ്പുള്ള വേറൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഇത്ര വെറുപ്പുള്ള ഒരു മനുഷ്യൻ എനിക്കുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയ. അപ്പോഴോ എനിക്കിങ്ങനെ തന്നു നന്നായിട്ട് തന്നു. എന്റെ മനസ്സിലാ വെറുപ്പ് മുഴുവനും അങ്ങ് നീങ്ങിപ്പോയി. എനിക്ക് അതാ ഹത്താ ഇന്നഹു ലഹബ്ബന്നാസി ഇലയ്യ, മനുഷ്യന്മാരിൽ ഏറ്റവും സ്നേഹം നബിതങ്ങളോടായി പോയി. ഞാൻ എത്ര വെറുത്തിട്ടും എന്നെ വെറുക്കുന്നില്ലല്ലോ, തരുമ്പോ എന്നെ ഒഴിവാക്കുന്നില്ലല്ലോ. എന്തൊരു സ്വഭാവമാണ് സുഹൃത്തുക്കളെ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനക്കരുത്ത് വലുതാണ്. ലഹൂഹിമമുല്ല മുന്തഹാലി കിബാരിഹ വഹിമതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതാണ്. കാലത്തേക്കാൾ എത്രയോ വലിയ മനക്കരുത്താണ് അവിടുത്തെ ചെറിയ മനക്കരുത്ത്. എന്നാൽ അവിടുത്തെ വലിയ വലിയ മനക്കരുത്തുകൾക്ക് അറ്റമില്ല. വല്ലാത്ത കൊടുതിയാണ്. ലഹുറാഹത്തുൽ ലവന്ന മിസാറ ജൂദിഹാ അലൽ ബർരി കാനൽ ബർറു അന്താ മിനൽ ബഹരി. കടലിനേക്കാൾ വലിയ കൊടുതിയാണ്. അതേ
അതുകൊണ്ടാണല്ലോ അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ കൊടുതി കൊടുക്കുന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റമദാനായാൽ അതേ അജ്വദു മിനർരീഹിൽ മുർസല, കാറ്റടിക്കുമ്പോൾ കാറ്റ് എത്താത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ, റൂമുണ്ടോ, ഏതെങ്കിലും ദ്വാരമുണ്ടോ? അതുപോലെ നബിതങ്ങളുടെ കൊടുതി എത്താത്ത, അവിടുത്തെ ഔദാര്യം കിട്ടാത്ത ഒരു സ്ഥലവുമില്ല. ഇനി ഞാൻ ഈ പദ്യത്തെക്കുറിച്ച് സംശയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ചിലർക്കൊരു ചോദ്യമുണ്ടാകും. അതേ, എന്താ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് നബിമാരെക്കാൾ എത്രയോ മേലെയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, അമ്പിയാക്കൾക്കിടയിൽ എന്നെ നിങ്ങൾ ബഹുമാനിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചിലർ സംശയം പറഞ്ഞേക്കും. അതുകൊണ്ടതാ ഇമാം ഇബ്നു ഹജർ തങ്ങളും ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹും അങ്ങനെയുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വിശദീകരണം കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. മുർസലീങ്ങളെല്ലാവരും ഒരുപോലെയല്ല. മറ്റ് മുർസലീങ്ങളെക്കാൾ അതേ ചില മുർസലീങ്ങളെ അള്ളാഹു കൂടുതൽ ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആ ബഹുമാനിക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് അതേ ഇബ്നു ഹജർ തങ്ങൾ വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഹരിയോ റസ്ഫം മിനദ്ദിയമീം. ചൊല്ലിക്കൊരു സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളയും മറ്റുള്ള അമ്പിയാക്കളും തമ്മിൽ അതാ ഇമാം ബൂസരി പറയാണ്, വകുല്ലുഹും മറ്റുള്ള മുർസലീങ്ങളെല്ലാം, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതബിസു, മറ്റുള്ള എല്ലാ നബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതാ നേടിയെടുക്കാൻ ശ്രമിച്ചവരാണ്. കോരി മിൻ ഖർഫം മിനൽ ബഹരിയോ റസ്ഫം മിനദ്ദിയമീം, കടലിൽ നിന്നൊരു കോരല്, അല്ലെങ്കിൽ അതാ തുരുതുരാ പെയ്യുന്ന മഴയിൽ നിന്നൊരു തുള്ളി, അങ്ങനെ എങ്ങനെയും കിട്ടിയവരാണ്, കിട്ടാൻ ശ്രമിച്ചവരാണ്. കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും നബിതങ്ങളിൽ നിന്ന് കിട്ടിയവരാണ്, കിട്ടാൻ ശ്രമിച്ചവരാണ്. നബിതങ്ങൾ അവരെക്കാൾ എത്രയോ മേലെയാണ്. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതബിസു ഖർഫം മിനൽ ബഹരിയോ റസ്ഫം മിനദ്ദിയമീം. ഈ പദ്യം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇലാ അന്നൽ അംബിയാ വ ഉമമഹും, കഴിഞ്ഞുപോയ അമ്പിയാക്കളും അവരുടെ സമുദായങ്ങളും മുതസാഹിമൂന അലാ മവാരിദി ബഹരി സാഖിരി, നബി തങ്ങളുടെ കടലിനടുക്കൽ നിന്ന് മുക്കിയെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയവരും അവിടെ വന്ന് കൂടിയവരുമാണ്. അതേ വമനാഹിലി ഗൈസിൽ ഹാമിരി, നന്നായി പെയ്യുന്ന അവിടുത്തെ പ്രകാശങ്ങളില്ലേ, അവിടുന്ന് നൽകിയ പ്രകാശങ്ങളില്ലേ, വിജ്ഞാനങ്ങളില്ലേ, തത്വങ്ങളില്ലേ, അതിൽ നിന്ന് ഓരോ തുള്ളികൾ കിട്ടാൻ ശ്രമിച്ചവരാണ്. ആഹിദും കുല്ലും മിൻഹും ബിഹസ്ബി ഇസ്തിദാദിഹി, ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് ഓരോരുത്തരും നബിതങ്ങളിൽ നിന്ന് വാങ്ങിയവരാണ്. വഖദറി മാ ഖുദ്ദിറ ലഹു, ഓരോരുത്തർക്കും കണക്കാക്കപ്പെട്ടതനുസരിച്ച് കിട്ടിയവരാണ്. വറുഫൻ ഔറസ്ഫാ, അതേ ഒരു തുള്ളിയോ
അല്ലെങ്കിൽ അതാ ഒരു കൊരലോ. ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് കിട്ടിയവരാണ്. കമാലാത്തുൽ അംബിയായി, അപ്പൊ അംബിയാക്കളുടെ പരിപൂർണതകൾ വൈൻ കസുറത്ത് ഫീ അൻഫുസിഹാ, അത് വളരെ വലുതാണെങ്കിലും വളരെ മഹത്വമുള്ളതാണെങ്കിലും വതഫാവതു ഫീഹാ ബിൽ കസ്റതി വൽ ഖില്ലതി, അവരെല്ലാം പലർക്കും പല ബഹുമാനങ്ങളും പല സ്ഥാനങ്ങളും കുറവും കൂടുതലും ഒക്കെയാണെങ്കിലും എല്ലാവരും പരിപൂർണര് തന്നെയാണ്. പക്ഷേ കൂടുതൽ കൂടുതൽ ഉള്ളവരുണ്ട്. ആദം നബി അലൈഹിസ്സലാമും അതേ നൂഹ് നബി അലൈഹിസ്സലാമും അവർക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ 5 ആളുകളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം. അവരിലും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനമനുസരിച്ച് കിട്ടിയവരാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അർമിൻ സമ്മ റജഊ ഫീ അംരി ശഫാഅത്തിൽ ഉളമാ ഇലൈഹി. ഓരോ നബിമാരും ആഖിദുൻ കുല്ലും മിൻഹും ബിഹസബി ഇസ്തിദാദിഹി, അവർക്ക് ഓരോരുത്തർക്കുമുള്ള ഒരുക്കത്തിന്റെയും സ്ഥാനത്തിന്റെയും കണക്കനുസരിച്ച് അവരെല്ലാം നബിയിൽ നിന്ന് നേടിയെടുത്തവരാണെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, എല്ലാവരും അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നത് കാണുന്നില്ലേ പടച്ച റബ്ബിന്റെ കോടതിയിൽ? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, വഅമ്മഹും ഫി സ്വലാത്തി ലൈലത്തുൽ ഇസ്റാഇ, ആ അമ്പിയാക്കളൊക്കെ വന്നിട്ട് ഇമാമത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇസ്രായിന്റെ രാത്രിയിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടി കീഴിലല്ലേ മുഴുവൻ അമ്പിയാക്കളും വരുന്നത്. ആദം നബി മറന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചപ്പോൾ ആ ഖേദം അല്ലാഹ് സ്വീകരിക്കാൻ റസൂലുള്ളാഹിനെ കൊണ്ട് ശഫാഅത്ത് തേടിയല്ലോ. വസഅല മൂസ റബ്ബഹു യജലഹു മിൻ ഉമ്മത്തിഹി, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ പെടാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചല്ലോ. സർവ്വ അമ്പിയാക്കളോടും അല്ലാഹു തആല ആ നബിയെ സഹായിക്കണം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സഹകാരികളാകണം, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം എന്ന് കരാറ് വാങ്ങിയല്ലോ. അല്ലാഹ് പറഞ്ഞില്ലേ, വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ഓ നബിയേ, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിതാബ് തരുന്നു, ഹിക്മത്ത് തരുന്നു, പിന്നെ നിങ്ങൾക്ക് ആ മഹാനായ റസൂല് വരും, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവിടുന്ന് അതാ സാക്ഷി നിൽക്കും. ആ നബി വന്നാൽ ലതൂമിനുന്നബിഹി, ആ നബിയെ നിങ്ങളെല്ലാരും വിശ്വസിക്കണേ. വലതൻസുറുന്നഹു, ആ നബിയെ സഹായിക്കണേ. സർവ അമ്പിയാക്കളോടും കരാർ വാങ്ങിയതാണ്. നിങ്ങൾ കരാറ് സ്വീകരിച്ചോ, വാങ്ങിയോ, സമ്മതിച്ചോ എന്ന് അമ്പിയാക്കളോട് നേരത്തെ തന്നെ ചോദിച്ചപ്പോ ഖാലു, അവര് പറഞ്ഞു അഖറർനാ റബ്ബേ, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ആ നബിയുടെ സഹകാരികളാണ്, ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, ആ നബിയെ സഹായിക്കുന്നവരാണ്. ഖാല ഫസ്ഹദൂ, അല്ലാഹ് പറഞ്ഞു സാക്ഷിയായിക്കോ. ഫഇന്ന വഅന മഅകും മിനസ് ശാഹിദീൻ, നിങ്ങളെ കൂടെ ഞാനും സാക്ഷിയാണ്. സൂറത്ത് ആലു ഇമ്രാനിന്റെ 82-83 ആയത്തുകള്. സുഹൃത്തുക്കളെ, സർവ്വ അമ്പിയാക്കളോടും കരാറ് വാങ്ങിയിട്ടല്ലാതെ ഈ നബിയെ ആദരിക്കണം, ബഹുമാനിക്കണം, ആ നബിയോട് സഹകരിക്കണം, ആ നബിയെ അംഗീകരിക്കണം, ആ നബിയെ സഹായിക്കണം, കരാറ് വാങ്ങിയിട്ടല്ലാതെ ഒരു നബിയെയും സ്ഥാനം കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ നബിയുടെ ഉമ്മത്തുകൾക്ക് 50 നേരത്തെ നിസ്കാരം അല്ലാഹു തആല കൊടുത്തുകൊണ്ട് മിഅ്റാജിന്റെ ദിവസം പറഞ്ഞേക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ കലീമുല്ലാഹി മൂസാ, ആ മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്തുകൊണ്ടായിരുന്നു ആ യാത്ര നടത്തിയിരുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ സഹായിക്കുകയാണ്. മൂസാ നബിയുടെ സഹായം
അതുകൊണ്ടല്ലേ 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കിയിട്ട് 5-ന് 50-ന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത്. അമ്പിയാക്കളോട് സഹായിക്കണമെന്ന് നേരത്തെ തന്നെ റബ്ബിന്റെ നിർദ്ദേശമാണ്, കരാറാണ്. വഫാത്തായി പോയ അമ്പിയാക്കള് സഹായിക്കൂല എന്ന് പറയുന്നവൻ ഖുർആൻ പഠിക്കാത്തവനാണ്, ഹദീസ് ഗ്രഹിക്കാത്തവനാണ്. وواقفون لديه عند حدهم من نقطة العلم أو من سكلة الحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസരി തങ്ങൾ ഒന്നുകൂടി വർണ്ണിക്കുകയാണ്, ആ അമ്പിയാക്കളൊക്കെ നബി തങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നവരാണ്. ഇൻദ ഹദ്ദിഹിമി, അവരെ അതിരിങ്കൽ നിൽക്കുകയാണ്. അവർക്ക് നബിതങ്ങളിലേക്ക് അടുക്കാനുള്ള അതിർത്തിയിൽ നിൽക്കുന്നവരാണവർ. മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ സകിലത്തിൽ ഹികമി, അറിവിന്റെ വള്ളിയും പുള്ളിയും അവരതാ വള്ളി പുള്ളിയിട്ടവരാണ്. എല്ലാ ആത്മീയ ജ്ഞാനത്തിന്റെയും മറ്റ് വിവരങ്ങളുടെയും എല്ലാ ഹിക്മത്തുകളുടെയും ഇൽമിന്റെയും വള്ളിയിട്ടവരാണവർ, പുള്ളിയിട്ടവരാണവർ. അതിന് അതാ വരകും കുറിയും കുറിച്ചവരാണവർ. അതിന്റെ യാഥാർത്ഥ്യം മുഴുവനും ലഭിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ സകിലത്തിൽ ഹികമി. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ആ ബൈത്തിന് ശറഹ് എഴുതുകയാണ്, അന്ന ഉലൂമൽ അംബിയാഇ അലാ നബിയിനാ വഅലൈഹിമുസ് സ്വലാത്തു വസ്സലാം വഗൈരിഹിം മിൻ സായിരിൽ ഖലായിഖി, ഏത് നബിമാരുണ്ടോ നബിമാരല്ലാത്തവരുണ്ടോ, വൈൻ തകാസറത് ഫീ അൻഫുസിഹാ, അവരെത്ര തന്നെ ആളുകളുണ്ടെങ്കിലും അവർക്ക് എത്ര തന്നെ മഹത്വങ്ങളും അറിവുകളും ഉണ്ടെങ്കിലും, വകദാലിക ഹുക്മുഹും ബിൽ ഖിയാസി ഇലാ ഇൽമില്ലാഹി വഹുക്മുഹു ഖലീലത്തുൻ ജിദ്ദൻ കനുഖ്തത്തിൻ വശകലത്തിൻ വഅന്ന കുല്ല വാഹിദിൻ മിനൽ മഖ്ലൂഖാതി വാഖിഫുൻ ഫീ നുഖ്തത്തി ഇൽമിൽ ഖലായിഖി വശകലത്തി ഹുക്മിഹിം അലാ ഹദ്ദിൻ ലം യസിൽ ഇലാ മാ വസല ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, അല്ലാഹു തആലക്കുള്ള ഇൽമിന് അതിരില്ലല്ലോ, കണക്കില്ലല്ലോ. അതിൽ ഹബീബായ നബിതങ്ങൾക്ക് കിട്ടിയ ഇൽമിന്റെ മുമ്പിൽ അവർക്കൊക്കെയും കിട്ടിയത് വളരെ ചെറുതാണ്. ഫഉലൂമുൽ അംബിയാഇ വസായിരിൽ ഖലായിഖി വഹികമുഹും ഖലീലത്തുൻ ജിദ്ദൻ ബിൽ ഖിയാസി ഇലാ ഉലൂമി നബിയിനാ വസയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹികമിഹി കൈഫ വഹിയ ബഅദു ഉലൂമിഹി വഹികമിഹി വമിൻഹു ഇലൈഹിം വസലത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ലഭിച്ച അറിവുകൾ മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൾക്കുമുള്ളത്. അവരൊക്കെ അവരുടെ അതിരിങ്കൽ നിൽക്കുന്നവരാണ്. من نقطة العلم أو من سكلة الحكم. ഇനി ഒരു ഹദീസിന്റെ മറുപടി കൂടി ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, വലഖദ് ഫളൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, ചില നബിമാരെ മറ്റു ചിലരെക്കാൾ ബഹുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ ഓതിയ ആയത്ത് ഇങ്ങനെയുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചില അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളും തെളിവുകളും വളരെ പ്രശസ്തവും കൂടുതലുമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനാണ്. അതുപോലെ നബി തങ്ങളുടെ എല്ലാ ബഹുമാനങ്ങളും മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്.
എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു യഹൂദിയെ ഒരു സഹാബി അടിച്ചു കളഞ്ഞു. എന്തായിരുന്നു? അങ്ങാടിന്ന് ഒരാള് ഇങ്ങനെ ഒരു സാധനം വിൽക്കുക, ഒരു യഹൂദി സാധനം വിൽക്കുമ്പോ അയാൾ പറഞ്ഞു, വല്ലദീ ഫളല മൂസ അലൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവരെക്കാളും മൂസാ നബിനെ ബഹുമാനിച്ച വർഷവർ തന്നെയാണ് സത്യം എന്നത്. അത് ഈ സഹാബിക്ക് പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റസൂലുള്ളാഹിനെക്കാളും ബഹുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ എന്നത്. അപ്പോ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഒരു അടി കൊടുത്തു. അടിച്ചപ്പോ അടി കിട്ടിയപ്പോ ഈ യഹൂദി നീതിയുടെ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി, അത് ഈ സഹാബിയുടെ നേതാവാണ്. അതേ സമയത്ത് സ്വഭാവത്തിലും നീതിയിലും ഒരു വിവേചനം ഉണ്ടാവില്ല എന്നാ യഹൂദിക്കറിയാം. നേരെ അള്ളാന്റെ റസൂലിന്റെ അടുക്ക പോയിട്ട് സങ്കടം പറഞ്ഞു, എന്നെ നിങ്ങൾ അനുയായികൾ പെട്ടുള്ള അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, നബിയെ തങ്ങളെക്കാളും ബഹുമാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അടിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ ലാ തുഫദ്ദിലൂ ലാ തുഖയ്യിറൂനി അലാ മൂസ അല്ലേ ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, അംബിയാക്കൾക്കിടയിൽ എന്നെ നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? ആ ഹദീസിന്റെ വ്യാഖ്യാനം മൂസാ നബിയേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് ബഹുമാനമില്ലെന്നല്ല ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. ഫളൽനാ ബഅദൻ നബിയിന അലാ ബഅദ് തിൽക റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്. ആ നബി തങ്ങൾ തന്നെ അന സയ്യിദു വൽദി ആദം സന്തതികൾക്ക് മുഴുവൻ നേതാവാണ് ഞാൻ. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, എല്ലാവരും എന്റെ കൊടുക്കയിലാണെന്ന് പറഞ്ഞതല്ലേ. പിന്നെന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഈ ഹദീസിന്റെ വ്യാഖ്യാനം മഹാനായ ഖാദി ഇയാദുല്ലാഹി പറഞ്ഞു, അലാ അല്ലാ യുഫദ്ദില ബൈനഹും തഫ്ദീലൻ യുദ്ദി ഇലാ തനഖുസി ബഅദിഹിം അബിൽ ഗൾദി മിൻഹു. ഒരിക്കലും തന്നെ വേറൊരു നബിയെ ഇൻസൾട്ടാക്കുന്ന വിധത്തിൽ, വേറൊരു നബിയെ നിസ്സാരപ്പെടുത്തുന്ന വിധത്തിൽ എന്നെ ബഹുമാനിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. വേറൊരു നബിയെ നിസ്സാരമാക്കുന്ന നിലക്ക് ബഹുമാനിക്കരുത്. നിങ്ങളെ ബഹുമാനം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുക, അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ബഹുമാനാകരുത്, കുഴപ്പമുണ്ടാക്കുന്ന ബഹുമാനിക്കരുത്. അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ ഒരു ഹദീസിലുണ്ട്. എന്താണ്? മൻ ഖാല അന ഖൈറും മിൻ യൂനുസ് ഇബ്നു മത്താ ഫഖദ് കദബ. ഞാൻ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെക്കാളും ഖൈറായ ആളാണെന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസില്ലേ, ലാ യഖൂലന്ന അഹദുക്കും അന ഖൈറും മിൻ യൂനുസ് ഇബ്നു മത്താ, മത്താന്റെ മകൻ യൂനുസിനേക്കാൾ ഖൈറാണ് ഞാൻ എന്ന് ആരും പറയരുത്. അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അവൻ പറയാൻ പാടില്ല. ലാ യഖൂലന്ന അഹദുക്കും, ഒരാളും പറഞ്ഞേക്കരുത് അന ഖൈറും മിൻ യൂനുസ, ഞാൻ യൂനുസിനേക്കാൾ ഖൈറാണെന്ന്. ഇതിന് ഒരു വ്യാഖ്യാനം ഇമാം ഖാദി ഇയാദ് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ ഖൈറാണ് എന്ന് ആരും പറയരുത് എന്നാ. പറയുന്നവൻ പറയരുത് എന്നാ പറഞ്ഞു. ഞാൻ ഖൈറാണെന്ന് പറയരുത് എന്നല്ല, പറയുന്നവൻ പറയരുത് അന ഖൈറും മിൻ യൂനുസ് മത്താ, യൂനുസിനേക്കാൾ നല്ല ആളാണ് ഞാൻ എന്ന് പറയരുത്. കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമ്മതം ചോദിക്കാതെ പോയത് കൊണ്ട് കപ്പലിൽ നിന്ന് മത്സ്യം പിടിച്ച് വിങ്ങിന്നൊക്കെ ചരിത്രം കേൾക്കുമ്പോ യൂനുസ് നബി ഒരു മോശക്കാരനാണ് എന്ന് ഒരുത്തരും വിചാരിച്ചു കൊണ്ടാ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. മറ്റൊരു വ്യാഖ്യാനം അമ്പിയാക്കൾക്ക് നുബുവത്ത് എന്ന സ്ഥാനത്തിൽ ഒരുപോലെയാണ്, പിന്നീട് അങ്ങോട്ട് വേറെ ബഹുമാനം അല്ലാഹു തആല കൂടുതൽ കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞവരും ഉണ്ട് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ. ഏതായിരുന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാനമുള്ളവരാണെന്നതിൽ ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല. അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്. സഹോദരന്മാരെ, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന ബുർദ ബൈത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നല്ല ധൈര്യപൂർവ്വം പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ ആര് മുറുകെ പിടിച്ചോ അവർക്കൊരു പ്രയാസവും വരാനില്ല, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. ഏത് വിഷയത്തിനും പരിഹാരങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഔഫ് ഇബ്നു മാലിക് അസ്ജഈ റളിയല്ലാഹു അൻഹു വരുന്നു. അദ്ദേഹത്തിന്റെ മകനെ മുശ്രിക്കീങ്ങൾ അറസ്റ്റ് ചെയ്തു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സങ്കടം പറയുന്നു. എന്റെ മകനെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു, ഉമ്മ തീരെ ക്ഷമിച്ചു നിൽക്കുന്നില്ല. എന്റെ മകന്റെ ഉമ്മ തീരെ ക്ഷമിച്ചു നിൽക്കുന്നില്ല. നബിയേ, പരിഹാരം വേണം.
ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികുന ബിഹി മുസ്തംസികുന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. നബി തങ്ങൾ പറയുന്നു, ഇത്തഖില്ലാ, ഓ ഔഫേ, അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചോ. വസ്ബിർ, പ്രയാസം വരുമ്പോ ക്ഷമിച്ചു നിന്നോ. ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരാം. ആമുറുക വയ്യാഹാ, നീയും നിന്റെ ഭാര്യയോടും ഞാൻ കൽപ്പിക്കുകയാണ്. അന്തസ്തഗ്ഫിറൂ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങളും ആ അറസ്റ്റ് ചെയ്യപ്പെട്ട മോന്റെ ഉമ്മയും രണ്ടാളും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് സംഗതിക്കുമുള്ള കഴിവ്, ഏത് നല്ലത് ചെയ്യാനുമുള്ള കഴിവ്, ഏത് മോശത്തിൽ മാറി നിൽക്കാനുള്ള കഴിവ്, അത് അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഇല്ല. എല്ലാ കഴിവും റബ്ബിനാണെന്നറിയിക്കുന്ന ആ ദിക്ർ ധാരാളം ചൊല്ലിക്കോ. ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് മടങ്ങി, ഞാൻ എന്റെ ഭാര്യയോടത് പറഞ്ഞു. അതാ ആ പെണ്ണ് പറഞ്ഞു, വളരെ നല്ലത് തന്നെ. രണ്ടുപേരും വർദ്ധിപ്പിച്ച് ചൊല്ലാൻ തുടങ്ങി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്. സ്വർഗത്തിലെ അതേ കൻസാണ്, സ്വർഗത്തിലെ നിധിയാണ്. ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ധാരാളം ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്റെ മകനോ സുബ്ഹാനല്ലാഹ്, മകനെ അറസ്റ്റ് ചെയ്ത കക്ഷികള് കുറെ ആട്ടങ്ങളെയും കൊണ്ടവരിങ്ങനെ നിൽക്കുകയാണ്. കടുത്ത ശത്രുക്കളാണ്, ഹർബിയായ മുശ്രിക്കീങ്ങളാണ്. തഞ്ചം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ, അതേ ഇസ്ലാമിന്റെ രാഷ്ട്രത്തെ പിടിച്ചു പറിക്കാൻ വേണ്ടി, ഇസ്ലാമിക രാഷ്ട്രത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കളാണ്. അതേ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നവരാണ്, അറസ്റ്റ് ചെയ്യുന്നവരാണ്. യുദ്ധരംഗമാണ്, യുദ്ധകാലമാണ്. ആ സമയത്താണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ധാരാളം ബാപ്പയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴതാ മകൻ കയറി വരുന്നു. മകനോട് ചോദിച്ചെന്തേ സംഭവം? അതെ, ഞാൻ ഇങ്ങനെ അവരെ കൂട്ടത്തിൽ നിൽക്കുമ്പോ അവരെ ശ്രദ്ധയങ്ങ് മാറിപ്പോയി. ഞാൻ അവരെ ആട്ടിൻകൂട്ടത്തെയും തെളിച്ചിങ്ങ് പോന്നതാണ് ബാപ്പാ. നോക്കുമ്പോ 4000 ആടുകളുണ്ട്. 4000 ആട്ടിനെയും കൊണ്ടാണ് മകൻ വന്ന് കേറിയിരിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഹബീബായ നബി തങ്ങൾ പരിഹാരത്തിന് പറഞ്ഞു കൊടുത്തതാണ്. അതേ ഇമാം വാഹിദിയുടെ തഫ്സീറിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ ഏത് പ്രശ്നത്തിൽ നിന്നും അവന് പുറത്തു പോകാനുള്ള വഴി അല്ലാഹു കൊടുക്കുമെന്നർത്ഥം വരുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം വാഹിദിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അത് തന്നെ ആ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. ക്ഷമിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തി തഖ്വ ചെയ്യുന്നവർക്ക് അല്ലാഹു അവരെ കൂടെയുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളുടെ സദസ്സുകളും സ്ഥാപനങ്ങളും എല്ലാം നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളും സ്ഥാപനങ്ങളുമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ.